ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ആ പുതുവർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പെട്ടെന്ന് വരുന്നൊരു കാര്യമല്ല. നമ്മളെടുക്കുന്ന ഈച്ച് ആൻഡ് എവറി ഡിസിഷൻസ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിയിലേക്ക് നയിച്ചു കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കാശ് കൂട്ടുന്ന ഒരു വലിയൊരു സംഭവമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്നതെന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി പെന്നി കൗണ്ട്സ്. അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് യൂസ് ഉള്ളതും യൂസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു നല്ലൊരു ഫിൽട്രേഷൻ ആവശ്യമുണ്ട്. സോ ഞാൻ ഒരുപാട് വലിയൊരു ഒരു ഒരു കാര്യത്തിലേക്ക് കയറുന്നില്ല. ഫിൽട്ടർ ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, വളരെ തനിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ഓവർ എക്സ്പെൻസസ് ആണോ ഇല്ലെങ്കിൽ അത് അൺവാണ്ടഡ് എക്സ്പെൻസ് ആണോ എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം അവിടെ ചെയ്യാനുള്ളത്. സോ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കട്ടെ, ആ ഒരു വിസ്ഡം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. സോ അത് മാത്രമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് തന്നെ പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ഡേറ്റാസ് ഒന്നും ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാനില്ല. യൂറോപ്യൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും ഒക്കെ ക്ലോസ്ഡ് ആണ്. സോ നമ്മുടെ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഡേറ്റയിൽ മാത്രമാണ് ഇന്ന് ഫ്രണ്ടിലേക്ക് പോവുക. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് നിഫ്റ്റിയുടെ അനാലിസിസ്. ഇന്നലത്തെ നിഫ്റ്റിയുടെ അനാലിസിസ് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൻ്റെ ലോവർ സൈഡിൽ വന്ന് നിൽക്കുവാണ്. രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ലോവർ സൈഡ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാനോ, ഇല്ലെങ്കിൽ ഈ ഒരു ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിൽ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഈ കൺഫ്യൂസിങ്ങിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 26,100 പോകാനോ ഉള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് 26,040, മേളിൽ 26,180 അവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് ടാർഗറ്റ്സും അവിടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ലെവൽസ് ഇന്നലെ പറഞ്ഞില്ല, അതിന് മുന്നത്തെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഓപ്പൺ ചെയ്തത് ഈ ബോക്സിനുള്ളിൽ 25,960 മേളിൽ ഓപ്പൺ ചെയ്തിട്ട് അതിന് മേളിൽ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ ഒരു സ്ലോ മൊമെൻ്റ് മേളിലേക്ക് നമ്മുടെ ഈ ട്രെൻഡിനുള്ളിൽ കണ്ടിന്യൂറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്നലെ പറഞ്ഞത്. ആ പാറ്റേൺ ആണ് ഇന്നലെ സംഭവിച്ചത്. ഇൻ കേസ് അത് ഓപ്പൺ ചെയ്തത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് 880 താഴെ പോയിരുന്നെങ്കിൽ നമുക്ക് ഈ താഴേക്കുള്ള ഈ ക്യാൻഡിലുകൾക്ക് ഒരു സപ്പോർട്ട് ക്യാൻഡിലായിട്ട് ഇത് താഴേക്ക് വന്ന ട്രെൻഡ് ബ്രേക്ക് ചെയ്തിരുന്നതിനെ മാർക്കറ്റ് തിരിച്ചാണ് ഉദ്ദേശിച്ചത്. ബിക്കോസ് മാർക്കറ്റ് ഇപ്പോഴും ബുൾസിൻ്റെ കൺട്രോളിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇന്നലെയും ഞാൻ എൻ്റെ അനാലിസിസിൽ 27,200 ലെവൽസ് ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ വലിയൊരു വീഴ്ചയ്ക്കുള്ള കാലഘട്ടം കഴിഞ്ഞിരുന്നു. ട്രംപ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീഴാതിരുന്നെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിമെട്രിക് ട്രയാങ്കിളാണ്. സോ മാർക്കറ്റ് ഒരു ട്രയാങ്കിളിന് ഉള്ളിൽ നിൽക്കുകയാണ്. ഇനി അടുത്തൊരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ റിയൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. സോ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കുറേ പൊസിഷൻസ് എടുപ്പുണ്ട്. അത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. ഈ നിഫ്റ്റിയുടെ അനാലിസിസിനുള്ളിൽ ആക്ച്വലി മാർക്കറ്റ് ഏതാണ്ട് വീഴുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് അത് ഇവിടെ എങ്ങാണ്ടാണ് ഈ ഒരു സ്റ്റേബിൾ കാലഘട്ടത്തിലാണ് നമ്മുടെ ബാച്ച് 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ച് 12 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ മാർക്കറ്റ് പൾസിൻ്റെ ടെലിഗ്രാം ചാനലിനുള്ളിലും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുള്ളിൽ ഹിൻഡാൽക്കോ ഉണ്ടായിരുന്നു, SBIN ഉണ്ടായിരുന്നു. ഇവിടെ SBIN കിടപ്പുണ്ട്, SBIN ഉണ്ടായിരുന്നു, പാരദ്വീപ് കുറച്ച്, അത് അഫ്സലിൻ്റെ അനാലിസിസിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തത്
സെയിൽ പോലുള്ള സ്റ്റോക്കുകൾ, ഓട്ടോ സെക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിൻഡാൽക്കോ ഓൾമോസ്റ്റ് ആ ബാച്ച് 12-ലത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അനാലിസിസ് ചെയ്ത പോർട്ട്ഫോളിയോയിൽ ഹിൻഡാൽക്കോ ഓൾമോസ്റ്റ് 12%, സെയിൽ ഓൾമോസ്റ്റ് 12%, എസ് ബി ഓൾമോസ്റ്റ് 5%, മറ്റ് ഏതൊക്കെയോ സ്റ്റോക്സ് കിടപ്പുണ്ട്, BSE പോലുള്ള സ്റ്റോക്കുകളുണ്ട്, ടിറ്റിക്കാർ ഒരു 3-5% ഇടയിൽ നിൽപ്പുണ്ട്. സോ ഇങ്ങനത്തെ ഒരു അനാലിസിസിലാണ് നിൽക്കുന്നത്. സോ ഒരു മാർക്കറ്റ് അനാലിസിസിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് നമ്മുടെ റിയൽ മാർക്കറ്റിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ റിയലായിട്ട് സംഭവിക്കുന്നുണ്ടോ, ഒരു പോർട്ട്ഫോളിയോ ഒരു ബാച്ചിനെ ഓപ്പൺ ചെയ്ത് ആ ബാച്ചിൻ്റെ കൂടെ ഒരു പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് റിയൽ എക്സ്പീരിയൻസ് ആണ്. അതവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. നല്ല മാർക്കറ്റ് സ്ട്രക്ചറും കൂടാണ്. സോ ഞാൻ അതിനെ ട്രയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കും അതേ പോർട്ട്ഫോളിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ആ സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 5-7% ഒരു ആവറേജ് നിങ്ങളുടെ P&L ഗ്രോ ചെയ്തിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് ലൈവിൽ നിങ്ങളുടെ ഡയറക്റ്റ് P&L-ലായിരിക്കും അഫക്റ്റ് ചെയ്യുക. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, തിരിച്ച് വരുവാണെങ്കിൽ സ്റ്റിൽ നമ്മുടെ SBI ഇനിയും ഒരു പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്. ഓൾ ടൈം ഹൈ 1000 ആണ്. 1000-ന് മേളിൽ സേഫ് ആയിട്ടുള്ള എൻട്രീസ് ഉണ്ട്. 984-ന് മേളിൽ വീണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഓൾ ടൈം ഹൈന് മേളിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള അനാലിസിസ് ഓൾറെഡി ഒരു 4 സ്റ്റോക്ക് വീണ്ടും അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ അനാലിസിസ് ചെയ്യുക. എന്നിട്ട് ഞാൻ എഡ്യൂക്കേഷണൽ പർപ്പസിന് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടേതായ അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ ഇൻഡെക്സിൻ്റെ അനാലിസിസിലേക്ക് കയറിയാൽ ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26,180-ക്ക് മേളിൽ 240 റേഞ്ച് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്. ഇന്നലെ ഓപ്പൺ ചെയ്തതുപോലെ 25,960-ൽ നിന്ന് 25,040 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ 26,180-ൽ നിന്ന് 240 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 320 അടുത്ത റെസിസ്റ്റൻസ്. അപ്പോൾ 240, 320 എന്നിങ്ങനെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 400, 440 അടുത്ത റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഈ 3 ലെവൽസ് മേളിലേക്ക് ചിന്തിക്കാം. താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ട അതേ ലെവൽസ് തന്നെയാണ്. 26,100, 26,000 എന്നിങ്ങനെ 2 സപ്പോർട്ട് ലൈൻസാണ് നിഫ്റ്റിയിലുള്ളത്. സോ ഇന്നലെ നിഫ്റ്റിയുടെ അനാലിസിസ് ഷെയർ ചെയ്തിരുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്തിരുന്നു. ഗ്രൂപ്പിനുള്ള 1-2 പേര് ആ ട്രേഡ് എടുത്തിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസാണ്. നാച്ചുറൽ ഗ്യാസിൽ താഴേക്കുള്ള ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 352 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 344, 340 കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ലോവർ സ്പേസിലേക്ക്, ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ലോവർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇന്നലെ സിംഗിൾ ക്യാൻഡിൽ അത് വരികയും ഇന്നലെ ഗ്രൂപ്പിനകത്ത് 4-5 പേര് ആ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ അത് നമ്മളുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ലൊരു ട്രേഡായിട്ട് മാറുകയും ചെയ്തു. സോ നാച്ചുറൽ ഗ്യാസ് ഡൂയിങ് വെരി ഗുഡ്. ഓക്കെ, അടുത്ത 3-ാമത്തത് ക്രൂഡ് ഓയിൽ. ഇതും നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിരുന്നു. അതിനോളം പവർഫുൾ ആയിരുന്നില്ല, എന്നാൽ മാർക്കറ്റ് താഴേക്ക് വന്നിരുന്നു. ഈ ഒരു 52-ന് മേളിൽ, 52, 54-ൻ്റെ മേളിൽ, 50-ൻ്റെ താഴെ ഇല്ലെങ്കിൽ 44-ൻ്റെ താഴെ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ്. ആക്ച്വലി ഇവിടെ വരച്ചിട്ടില്ല. ഞാൻ ടെലിഗ്രാമിൻ്റെ ട്രേഡിംഗ് വ്യൂവിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്ന ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് അവിടെ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി ഷെയർഡാണ്. ഓക്കെ, ഈ ഒരു ലെവലിന് താഴെ ക്യാൻഡിൽ തന്നപ്പോഴേക്കും അവിടെയും ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിലും നല്ലൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു 20-25 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ക്രൂഡ് ഓയിലിൽ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ സൈഡിലേക്ക് നമുക്ക് 51,884 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഇനി താഴോട്ട് പോകുന്നെങ്കിൽ പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴെ വന്നതിന് ശേഷം ഈ ഒരു യെല്ലോ ലൈൻസിലേക്ക് തിരിച്ചൊരു ടേൺ എടുത്തേക്കാം. സോ ഇതും ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ തന്നെയാണ്. സോ ഈ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഒന്നുകിൽ ഇതിൻ്റെ ലോവർ ഹാഫിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ ഇത് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ്ലി അതാണ് കാണിക്കുന്നത്. ഈ സപ്പോർട്ട് എടുത്തതിന് ശേഷമോ ഇല്ലെങ്കിൽ അതിന് മുന്നേയോ
ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ തിരിച്ച് വീണ്ടും ഇതൊരു ട്രയാങ്കിളിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒഴുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്ന് ഇവിടെ നിന്നിട്ട് താഴേക്ക് ഇല്ല, ഈ എങ്ങാനും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന് മേളിലാണ് എന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് കയറി പോകാനും ഈ ഒരു ഏരിയ 5304-310 റേഞ്ച് ഫസ്റ്റ് ടാർഗറ്റായിട്ട് മേളിലേക്ക് 44 സെക്കൻഡ് ടാർഗറ്റായിട്ട് പോകാനും സാധ്യത ഉണ്ട്. സോ ഇതാണ് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ്. ഇതിൻ്റെ ലോവർ സൈഡിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്യാനോ ഇതിനുള്ളിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിൻ്റെ അനാലിസിസ് ഇതിലെന്ന് തോന്നും. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് 332 അടുത്ത ലെവലായിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 320 അടുത്ത ലെവൽസ് ഉണ്ട്, 312 അടുത്ത ലെവൽസ് ഉണ്ട്. സോ ഈ 3 ലെവൽസ് ആയിരിക്കും നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. മാർക്കറ്റ് എന്തായാലും ലോവർ സൈഡിലേക്ക് പോയ സ്ഥിതിക്ക് മാർക്കറ്റ് ഇനി താഴേക്കുള്ളൊരു പോസിബിലിറ്റി ഇല്ലാതില്ല. ഈ ക്യാൻഡലിൻ്റെ ശക്തിയിൽ ഇനി അടുത്തൊരു ഫർദർ ക്യാൻഡിൽസ് വന്നേക്കാം. സോ അപ്പർ സൈഡിലേക്കുള്ള ലെവൽസും നിങ്ങൾക്ക് ഷെയർഡാണ്, ലോവർ സൈഡിലേക്കും ഷെയർഡാണ്. സോ ഇത്രയാണ് എൻ്റെ അനാലിസിസ്. കുറച്ച് വലുതായി പോയി, ബട്ട് സ്റ്റിൽ ഇത് ഈ ഒരു ആഴ്ചയിലത്തേക്ക് ഇല്ലെങ്കിൽ കമ്മിങ് ആഴ്ചയിലത്തേക്കുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള സാധ്യതയുണ്ട്. സോ ബിക്കോസ് ദിസ് ഈസ് ആൻ ഡിസെൻഡിങ് ട്രയാങ്കിൾ. ഈ ഡിസെൻഡിങ് ട്രയാങ്കിളുടെ ബോട്ടം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഇനിയും ഫർദർ പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അത് അപ്സൈഡിലേക്ക് പോയി ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് ചെയ്യാനുള്ള ഇനി പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകും. ഇത് ഒരു ദിവസത്തേക്കുള്ള അനാലിസിസ് അല്ല, മാർക്കറ്റിൻ്റെ മൊത്തത്തിലൊരു ഒഴുക്ക് 2026 ഫസ്റ്റ് മന്തിലെ ഇല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിലെ മൊത്തത്തിലൊരു അടുത്തൊരു 7-8 ദിവസത്തിലേക്ക് ഈ ട്രെൻഡിന് കണ്ടിന്യൂവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിനുള്ളിൽ നല്ല അനാലിസിസും ചാറ്റുകളും നടക്കുന്നുണ്ട്. അതിൻ്റെ പാർട്ടാവുക, സ്വയം വളരുക. ഞങ്ങളുടെ സപ്പോർട്ട് അവിടെ ഉണ്ടാവും. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ.